വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന 5 സ്ത്രീകളുടെ കഥ പറയുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഹെർ. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളെ ബന്ധിപ്പിക്കുന്ന സാർവത്രികമായ ത്രെഡുകൾ, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ പ്രതിരോധശേഷി തുടങ്ങിയ തീമുകളിലേക്കാണ് ചിത്രം വെളിച്ചം വീശുന്നത്. ഉർവശി, പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, ഐശ്വര്യ രാജേഷ്, ലിജിമോൾ ജോസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ആമി എന്നൊരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറായി PSC എക്സാം പാസ്സായി ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ റെഡിയാവുകയാണ് രാവിലെ അവൾ. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് അവളുടെ പാർട്ട്ണറിൻ്റെ കോൾ വരുന്നത്. ആമി എക്സാം പാസ്സായ കാര്യവും ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായ കാര്യവും ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യവുമൊന്നും അവൾ പാർട്ട്ണറോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് ആമി പറയുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു വഴക്കുണ്ടാകുന്നുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്നേ ഉള്ളൂ, അത് കിട്ടണമെന്നുമില്ല. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിന്നെ കാണാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ ആമി പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് അവൾ റെഡിയായി ഇൻ്റർവ്യൂവിനായി പോകുന്നു. അവൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പണി പാളിയെന്ന് ആമിക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്നുമല്ല, ഡ്രസ്സിനുള്ളിലിരുന്ന് ഒരു ഉറുമ്പ് അവളെ കടിക്കുന്നുണ്ട്. ബസ്സിൽ കയറാതെ അവൾ വെയിറ്റിംഗ് ഷെഡിലേക്ക് പോയി ആ ഉറുമ്പിനെ തട്ടിക്കളയുന്നു. അങ്ങനെ ആ ബസ് മിസ്സാകുന്നത് കൊണ്ട് തന്നെ ഒരു ഓട്ടോയിൽ കയറി അവൾ PSC ഓഫീസിലേക്ക് പോകും. എന്നാൽ ഓട്ടോയിൽ ഇരിക്കുന്നതിനിടയിൽ വീണ്ടും അവളുടെ ഡ്രസ്സിനുള്ളിലിരുന്ന് ഉറുമ്പ് അവളെ കടിക്കാനായി തുടങ്ങുന്നു. പെട്ടെന്ന് അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി അവിടെ അടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും അതിനു മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ അവളെ അകത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ വാതിൽക്കൽ തന്നെ തറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് ആമി ഒരു വീട്ടിലേക്ക് ചെന്ന് ബാത്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആരെയും വിശ്വസിക്കാൻ വയ്യ, പേടിയാണെന്ന് പറഞ്ഞ് ആ വീട്ടിലെ സ്ത്രീ ആമി അതിന് സമ്മതിക്കുന്നില്ല. വീണ്ടും മുന്നോട്ട് നടക്കവേ ആദ്യത്തെ ഓട്ടോക്കാരൻ അതേ റോഡിലൂടെ വരികയും ആമിയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഓട്ടോയിൽ കയറുമ്പോഴും ആമിക്ക് ഉറുമ്പ് കടിക്കുന്നതിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നു. ഓട്ടോക്കാരനാണെങ്കിൽ സൈഡ് മിററിലൂടെ മോശമായ തരത്തിൽ ആമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അസ്വസ്ഥത കൂടി വരുന്നതോടെ ആമി ഒന്നും നോക്കാതെ ഉടുത്തിരിക്കുന്ന സാരി അല്പം മുകളിലേക്ക് ഉയർത്തി ഉറുമ്പിനെ എടുത്ത് കളയുന്നു. ഓട്ടോ ഡ്രൈവർ ഈ സമയം ആർത്തിയോടെ ആമിയുടെ കാലിലേക്കും നോക്കുന്നുണ്ട്. ഇത് ആമി കാണുകയും ചെയ്യുന്നു. ശേഷം PSC ഓഫീസിന് മുന്നിൽ ഓട്ടോ നിർത്തി ആമി ഓട്ടോയിൽ നിന്നിറങ്ങുന്നു. ഓട്ടോ ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്നതിനിടയിൽ കൈലി മടക്കി കുത്തിയിരിക്കുന്നതിനാൽ അയാളുടെ തുടകളിലേക്ക് ആമി നോക്കി നിൽക്കും. ഇത് കാണുന്ന ഓട്ടോ ഡ്രൈവർ ആകെ ചൂളിപ്പോകുന്നു. ഒരു പെണ്ണൊന്ന് ആഞ്ഞു നോക്കിയാൽ തീരുന്നതേ ഉള്ളൂ ഇത്തരം ഞരമ്പ് രോഗികളുടെ ആണത്വം എന്ന് കാണിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി ആമി മുന്നോട്ട് നടന്നു നീങ്ങുകയും ചെയ്യുന്നു. അടുത്തത് ഫിലിം പ്രൊഡ്യൂസർ രേഷ്മയാണ് കാണിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പുറമെ രേഷ്മയ്ക്ക് രേഷ്മാസ് വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലുമുണ്ട്. അതിലേക്ക് വേണ്ട കണ്ടന്റുകൾ എഡിറ്റ് ചെയ്യുന്നത് അനിൽ എന്നൊരു ചെറുപ്പക്കാരനാണ്. ഒരു മകളും ഭർത്താവും അടങ്ങുന്നതാണ് രേഷ്മയുടെ കുടുംബം. തൻ്റെ യൂട്യൂബ് ചാനലിന് ആവശ്യമായ വീഡിയോ അനിലിനെ കൊണ്ട് രേഷ്മ എഡിറ്റ് ചെയ്യിക്കുന്നു. ഏകദേശം 2-3 വർഷം കൊണ്ട് അനിൽ രേഷ്മയുടെ കൂടെ വർക്ക് ചെയ്യുകയാണ്. പലപ്പോഴും തൻ്റെ യൂട്യൂബ് ചാനലിനുള്ള കണ്ടന്റായി അവൾ ഭർത്താവിനെയും മകളെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതൊന്നും അവർക്കത്ര താല്പര്യവുമില്ല. എങ്കിലും അവരതിന് എതിർത്ത് ഒന്നും പറയുന്നില്ല. കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രേഷ്മ അമ്മയേക്കാൾ പ്രായമുള്ള തൻ്റെ വീട്ടുവേലക്കാരിയെ വരെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ അനിലിന് ഒരു സിനിമ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അതയാൾ രേഷ്മയോട് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അടുത്ത സിനിമ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അനിലാണെന്നൊക്കെ രേഷ്മ പറയും. അങ്ങനെ കിട്ടിയ അവസരം അനിൽ രേഷ്മയുടെ വാക്കും വിശ്വസിച്ച് വേണ്ടെന്ന് വെക്കുന്നു. ഒരു ദിവസം രേഷ്മയെ കാണാൻ ചില സിനിമാ പ്രവർത്തകർ എത്തുന്നുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റ് രേഷ്മയെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനാണ് അവർ വരുന്നത്. ആ സിനിമ അനിലിനെ കൊണ്ട് എഡിറ്റ് ചെയ്യാമെന്ന് അവർ പറയുമ്പോൾ അത് വേണ്ട, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനല്ലേ, അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചോളാം. അനിൽ എഡിറ്റിംഗ് പഠിച്ചു വരുന്നതേ ഉള്ളൂ, അവൻ നന്നായി ഒന്ന് തെളിഞ്ഞു വരട്ടെ, എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് രേഷ്മ. അകത്തെ റൂമിലിരുന്ന് എഡിറ്റ് ചെയ്യുകയായിരുന്ന അനിലും ഇവരുടെ ഈ സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട്. അനിലിന് അതുകൊണ്ട് തന്നെ നല്ല മാനസിക വിഷമവും തോന്നുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോസ് ആലുക്കാസിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കുന്ന രേഷ്മ അതിന്റെ ഷൂട്ടിന് പോകാനായി രാവിലെ തന്നെ യൂട്യൂബ് ചാനലിന് വേണ്ട കണ്ടന്റും അനിലിനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോകും വഴി നമ്മുടെ ആമിയെ കൊണ്ടുപോയ ഓട്ടോക്കാരൻ്റെ വണ്ടിയിൽ രേഷ്മയുടെ കാറ് ഇടിക്കാൻ തുടങ്ങുന്നു. ഓട്ടോക്കാരൻ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ടാണ് കാർ ഇടിക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ രേഷ്മ ഓട്ടോക്കാരനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ശേഷം നേരെ ഷോറൂമിലേക്ക് എത്തുമ്പോൾ ഷൂട്ട് മാറ്റിവെച്ചതായി മാനേജർ പറയുന്നു. തന്നെയുമല്ല, ഷോറൂമിലിരിക്കുന്ന എല്ലാവരും രേഷ്മയെ നോക്കി കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. രേഷ്മ കാര്യം തിരക്കുമ്പോഴാണ് രസം. അന്നേ ദിവസം രേഷ്മയുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടന്റിന് വേണ്ടി ചിരിച്ച മുഖവുമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന രേഷ്മയുടെ ശരിക്കുള്ള മുഖമാണ് ആ വീഡിയോയിലെ കണ്ടന്റ്. രേഷ്മ തൻ്റെ ഭർത്താവിനോടും മകളോടും വേലക്കാരിയോടുമൊക്കെ ദേഷ്യപ്പെടുന്നതിൻ്റെ പലതവണ ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആക്കി അനിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു അത്. ആ കാരണത്താൽ തന്നെ ജോസ് ലൂക്കാസിൻ്റെ ബ്രാൻഡ് അംബാസഡർ പദവിയും രേഷ്മയ്ക്ക് നഷ്ടമാകുന്നു. 3 വർഷത്തോളം രേഷ്മയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ടും തനിക്കൊരു അവസരം തരാത്തതിൽ അത്രയ്ക്ക് അനിലിന് ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു. അതോടെ ആകെ നിരാശയിലായ രേഷ്മ അനിലിനെ വിളിച്ച് തൻ്റെ അടുത്ത പടത്തിൻ്റെ എഡിറ്റിംഗ് അനിൽ തന്നെ ചെയ്താൽ മതിയെന്നൊക്കെ പറയുന്നു. ചെറിയൊരു പണി കൊടുത്തെങ്കിലും തനിക്ക് അർഹതപ്പെട്ട അവസരം തനിക്ക് തന്നെ കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന അനിലിനെ കാണിച്ചുകൊണ്ട് ആ സീനും കട്ടാകും. ശേഷം കാണിക്കുന്നത് ഇണക്കുരുവികളെപ്പോലെ പ്രണയിച്ച് ജീവിക്കുന്ന വിജയൻ ശാന്ത ദമ്പതികളെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായിട്ടും അവരുടെ ഉള്ളിൽ രണ്ടാളും പ്രണയം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും വിജയന് ഭാര്യ അടുത്ത് തന്നെ എപ്പോഴും വേണം. ഇടയ്ക്കിടെ ഭാര്യയെ വിളിച്ച് സമയം ചോദിക്കുന്നതും വിജയൻ്റെ ഒരു ശീലമാണ്. അയാൾ എങ്ങോട്ട് പോയാലും ശാന്തയും അയാളുടെ ഒപ്പം തന്നെ കാണും. അവരങ്ങനെ പ്രണയിച്ചും സ്നേഹിച്ചും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ശാന്ത പഴയ ഒരു മോഡൽ കീപാഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അടുത്തിടെയായി ആ ഫോൺ കൂടെ കേടാകുന്നതുകൊണ്ട് തന്നെ പുതിയൊരു ഫോൺ വാങ്ങാമെന്ന് വിജയൻ ശാന്തയോട് പറയുന്നു. അവരങ്ങനെ ഫോൺ വാങ്ങാനായി കടയിലേക്ക് പോകുന്നു. ഷോറൂമിന്റെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അലക്സയും ഫ്രീ ആയി അവർക്ക് ലഭിക്കും. എന്നാൽ അതിൻ്റെ ഉപയോഗം അത്ര അറിയില്ലെങ്കിലും പുതിയ കാര്യങ്ങൾ നമുക്കും പഠിക്കാമല്ലോ എന്ന് ശാന്ത പറയുന്നത് കൊണ്ട് തന്നെ ആ ഓഫറുള്ള ഫോണാണ് വിജയൻ ശാന്തയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. ഫോണും വാങ്ങി അവർ തിരികെ വരുമ്പോഴേക്കും പണ്ട് പ്രേമിച്ച് നടന്ന കാലം സ്ഥിരമായി പോയി ജ്യൂസ് കഴിക്കുമായിരുന്ന സെയ്ദിക്കയുടെ കടയിലേക്ക് അവര് പോകുന്നുണ്ട്. ജ്യൂസ് ഓർഡർ ചെയ്ത് അവരങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് സെയ്ദിക്കയുടെ വണ്ടിയുടെ കീ ചോദിക്കുന്നു. പക്ഷേ അത് ടയർ പഞ്ചറായിരുന്നത് കൊണ്ട് തന്നെ അയാൾ അത് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുന്നു. ആ പെൺകുട്ടി അപ്പോഴേക്കും അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. ശേഷം ജ്യൂസൊക്കെ കുടിച്ച് ശാന്തയും വിജയനും കൂടി വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ചന്ദ്രൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാണ് ചന്ദ്രൻ. പെട്ടെന്ന് പുള്ളി തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അലക്സയെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാൻ വിജയനും അയാളോട് പറയുന്നു. ചന്ദ്രൻ അലക്സ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അലക്സയെ കിട്ടുന്നതോടെ എപ്പോഴും ശാന്തയെ വിളിച്ചുകൊണ്ടിരുന്ന വിജയൻ എല്ലാത്തിനും അലക്സയെ വിളിക്കാൻ തുടങ്ങുന്നു. സമയം പറയാനും പാട്ട് കേൾക്കാനും കാലാവസ്ഥ അറിയാനും ജോക്ക് പറയാനുമൊക്കെ വിജയൻ അലക്സയെ ആശ്രയിക്കാൻ തുടങ്ങുന്നതിൽ ശാന്ത അത്ര തൃപ്തിയായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുടുംബാമ്പലത്തിലെ ചുറ്റുവിളക്കിനായി വിജയൻ പോകാൻ റെഡിയാകുമ്പോൾ താനും വരാൻ പോകും വഴി ബോറടിച്ചാലോ എന്ന് ശാന്ത പറയുമെങ്കിലും നീ വരണ്ട, ഞാൻ അലക്സയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം, അവൾ എനിക്ക് സമയം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് വിജയൻ അവിടെ നിന്നും പോകും. ശാന്തയ്ക്ക് അത് കേൾക്കുന്നതും നല്ല വിഷമം തോന്നുന്നു. വിജയൻ പോയ ശേഷം ശാന്തയ്ക്ക് വിജയനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വിജയനെത്തും. തന്നെ മിസ് ചെയ്ത് കാണുമെന്ന് കരുതി വന്നപാടെ വിജയന്റെ അടുത്തേക്ക് ശാന്ത ഓടി വരുമ്പോൾ പുള്ളി പറയുന്നത് അവിടെ നെറ്റുമില്ല, വൈഫൈയുമില്ല, അലക്സ എന്നോടൊന്ന് മിണ്ടിയിട്ട് പോലുമില്ല എന്ന പരാതിയാണ്. അവളെ ഒന്ന് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ശാന്തയുടെ ഒരു വിശേഷങ്ങളും തിരക്കാതെ അയാൾ അകത്തേക്കും കയറിപ്പോകുന്നു. ശേഷം പതിവ് പോലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ പതിവില്ലാത്തൊരു വെപ്രാളം ശാന്തയിൽ വിജയൻ കാണും. ഇതെന്താണ് ഇങ്ങനെയെന്ന് ആലോചിക്കുന്നുവെങ്കിലും അലക്സ ചാർജ് ചെയ്തോ എന്ന് വിജയൻ ചോദിക്കുമ്പോൾ ഞാൻ അതവിടെയെങ്കിലും നോക്കിയിട്ട് കണ്ടില്ലെന്നാണ് ശാന്ത പറയുന്നത്. വിജയൻ വേഗം ടെൻഷൻ അടിച്ച് തറവാട്ടിലേക്ക് വിളിച്ച് അലക്സയെ താൻ അവിടെങ്ങാനും മറന്നു വെച്ചോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് അവിടെയും ഇല്ലെന്നായിരുന്നു മറുപടി. അപ്പോഴാണ് പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാര് പ്ലാസ്റ്റിക് എടുത്തിട്ട് പോകുന്നത് വിജയൻ കാണുന്നത്. ശാന്തയുടെ വെപ്രാളം കൂടി കാണുന്നതോടെ അതവർ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നവർക്ക് കൊടുത്തു കാണുമെന്ന് വിജയന് മനസ്സിലാകുന്നു. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള പൊസസീവ്നെസ്സിൽ നിന്നാണ് ശാന്ത അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ശാന്തയെ അയാൾ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ശാന്ത അയാളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദമ്പതികളെയാണ് പിന്നെ കാണിക്കുന്നത്. അലക്സ പോയതോടെ അവരുടെ ജീവിതം പഴയപടിയായി എന്ന് കാണിച്ചുകൊണ്ട് ആ സീനും കട്ടാകും. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്തോ ആലോചിച്ച് സങ്കടപ്പെട്ട് കിടക്കുന്ന അഭി എന്ന പെൺകുട്ടിയെയാണ്. ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് അഭിയുടെ കോളേജ് ലൈഫ് കാണിക്കുന്നു. അഭിയെ കോളേജിലുള്ള അനു എന്നൊരു പയ്യന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്കിലും അവനത് അഭിയോട് പറഞ്ഞിരുന്നില്ല. കോളേജിൽ നിന്ന് അങ്ങനെയിരിക്കെ ഒരു സ്കോളർഷിപ്പ് കിട്ടി അനു US പോകുന്ന ആ ദിവസം അനു തൻ്റെ സ്നേഹം അഭിയെ അറിയിക്കുന്നുണ്ട്. അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും പ്രസന്റിൽ അമ്മ അഭിയെ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്.
US നിന്നും അവധിക്ക് നാട്ടിലെത്തുന്ന അനുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. അഭിയുടെ അച്ഛൻ അനുവിനെയും കൂട്ടിക്കൊണ്ടുപോയി അഭിക്ക് ഒരു കാർ വാങ്ങിക്കൊണ്ടുവന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നു. അനുവിന്റെ മുമ്പിൽ വെച്ച് അഭി സന്തോഷം കാണിക്കുമെങ്കിലും അച്ഛനെ മാറ്റി നിർത്തി സർപ്രൈസ് തരുവാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാർ വാങ്ങി തരികയാണ് വേണ്ടത്, ഇപ്പോഴേ അധികം മരുമോൻ സ്നേഹം വേണ്ട എന്നൊക്കെ അവൾ അച്ഛനെ താക്കീത് ചെയ്യുന്നു. ഏതായാലും അവരുടെ ഇഷ്ടം വീട്ടുകാരും അംഗീകരിക്കുന്നതോടെ കാര്യങ്ങൾ കല്യാണത്തിലെത്തുന്നു. ഒരു ദിവസം അവർ പുറത്തു വെച്ച് കാണുമ്പോൾ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ എന്ന് അനു അഭിയോട് ചോദിക്കും. കാരണം കോളേജ് ടൈമിൽ പ്രണയം തുറന്നു പറയാഞ്ഞതുകൊണ്ട് തന്നെ പ്രണയിച്ച് നടക്കാനൊന്നും രണ്ടാൾക്കും കഴിഞ്ഞിരുന്നില്ല. ഇഷ്ടമറിഞ്ഞപ്പോൾ വീട്ടുകാർ ദേ പിടിച്ച് കെട്ടിക്കാനും പോകുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമെന്താ, നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ, അത് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് അഭി ചോദിക്കുമ്പോൾ കല്യാണത്തിന് മുൻപ് പോകുന്നതും കല്യാണത്തിന് ശേഷം പോകുന്നതും രണ്ടും രണ്ടാണ് എന്നാണ് അനു പറയുന്നത്. അങ്ങനെ വീട്ടിൽ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി കറങ്ങാൻ പോകും. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് റോഡിലൂടെ സ്കൂട്ടി ഓടിച്ചു വരികയായിരുന്ന ടൈം ഒരു പെൺകുട്ടി അഭിയുടെ സ്കൂട്ടറിന് മുന്നിലേക്ക് വന്ന് ചാടുന്നുണ്ട്. പെട്ടെന്ന് അഭി ബ്രേക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ ആക്സിഡന്റ് സംഭവിക്കുന്നില്ല. ശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തുന്ന അനുവിനെയും അഭിയെയുമാണ് കാണിക്കുന്നത്. അനു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും അഭി എന്തോ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛനോടും അമ്മയോടും തനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറയുന്ന അഭിയെയാണ് കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയും ഞെട്ടിപ്പോകുന്നു. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അന്ന് തങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലെന്ന് അഭി പറയുന്നു. അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അച്ചമ്മയ്ക്ക് കാര്യം പിടികിട്ടുന്നു. എന്നാൽ പിന്നെ നിർബന്ധിക്കേണ്ടെന്ന് അച്ചമ്മ പറയുന്നതോടെ അച്ഛനും കാര്യം മനസ്സിലാകും. തൻ്റെ മനസ്സ് വീട്ടുകാർക്ക് മനസ്സിലായെന്ന് അറിയുന്നതോടെ അഭിക്കും സന്തോഷമാകുന്നു. അപ്പോഴാണ് ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തുന്ന അഭിയും അനുവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വെറും 4 മിനിറ്റിൽ കാര്യം കഴിഞ്ഞ് അനു തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അഭി ഇവനെ കെട്ടി വെറുതെ ജീവിതം വേസ്റ്റ് ചെയ്യേണ്ട എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. ശേഷം കാണിക്കുന്നത് രുചി എന്ന ഒരു കഥാപാത്രത്തെയാണ്. ഒരു IT കമ്പനിയിൽ ജോലിക്കാരിയായ രുചി രാവിലെ ജോക്കിങ്ങിന് പോയി വരുന്ന ടൈം എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയി കുശലാന്വേഷണമൊക്കെ നടത്തി തൻ്റെ ഫ്ലാറ്റിലേക്ക് തിരികെ എത്തുന്നു. ശേഷം തൻ്റെ പാർട്ട്ണറിനെ വിളിച്ച് സംസാരിക്കും. പാർട്ട്ണറിനോടൊപ്പം US പോകാൻ പ്ലാൻ ചെയ്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രുചി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പ്ലാനിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു പാർട്ട്ണറിൻ്റെ സംസാരം. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നീ വരണ്ട, നീ നിൻ്റെ കാര്യം നോക്കി സെൽഫിഷായി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് രുചി ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം ഹൗസ് മെയ്ഡ് വന്നിട്ടില്ലാത്തതുകൊണ്ട് അടുക്കളയിൽ വന്ന് കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെക്കുമ്പോഴേക്കും രുചിയുടെ അനിയൻ അവിടേക്ക് വരുന്നു. അവൾക്ക് രാവിലെ കഴിക്കാനുള്ള വെജിറ്റബിൾ ബിരിയാണി അമ്മ കൊടുത്തുവിട്ടത് ചേച്ചിക്ക് കൊടുക്കാനായിരുന്നു അനിയൻ്റെ വരവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുമായി പിണങ്ങി ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിക്കുകയാണ് രുചി. കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് രുചിയുടെ ഫാമിലി. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ ഭാവി എന്താകുമെന്ന് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ അനിയൻ ചോദിക്കുമ്പോൾ 25 വയസ്സായ നിനക്ക് ഇനിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള നട്ടലില്ലേ എന്നൊക്കെ ചോദിച്ച് രുചി അവനെ വഴക്കു പറയുന്നു. അടുത്ത മാസം ഞങ്ങൾ US പോകും, പിന്നെ ചേച്ചി കല്യാണം കഴിച്ചില്ല, ഇവിടെ നിൽക്കുന്നില്ല എന്നൊന്നും പരാതി പറഞ്ഞ് ആരും ഇങ്ങോട്ട് കയറി വരില്ലല്ലോ എന്ന് രുചി പറയുമ്പോഴേക്കും ഞങ്ങളോ എന്ന് അനിയൻ എടുത്തു ചോദിക്കുന്നുണ്ട്. ഞാനെന്ന് രുചി അപ്പോൾ തിരുത്തി പറയും. അതായത് പാർട്ട്ണറിനോടൊപ്പം രുചി US പോകാൻ തീരുമാനിച്ചിരിക്കുന്നതൊന്നും വീട്ടുകാർക്ക് അറിയില്ല. ഏതായാലും അത് കേൾക്കുന്നതോടെ എന്തോ ഡൗട്ട് തോന്നുന്ന അനിയൻ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ എണീറ്റ് പോകും. രുചി കുളി കഴിഞ്ഞു വരുമെങ്കിലും അത്രയും നേരമായിട്ടും ജോലിക്കാരി എത്തിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് രുചി. പോരെങ്കിൽ രാവിലെ പാർട്ട്ണറുമായി ഉടക്കി പിന്നെ അനിയനുമായി മുടക്കി. കുടിക്കാൻ വെള്ളം വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചില്ലെന്ന് അപ്പോഴാണ് രുചി ഓർക്കുന്നത്. പോയി സ്റ്റൗ കത്തിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിളും എടുത്ത് കഴിക്കുമ്പോഴേക്കും അന്ന് ഒരു പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ടൈം കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ടെന്ന് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ച് രുചിയോട് പറയുന്നു. അതോടെ രുചിക്ക് ഒന്നും കൂടി ദേഷ്യം വരും. അവൾ വേഗം റെഡിയായി ഫ്ലാറ്റും പൂട്ടി ഇറങ്ങുന്നു. ലിഫ്റ്റിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ജോലിക്കാരി അങ്ങോട്ടേക്ക് വരുന്നത്. കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ടാണ് വരാൻ താമസിച്ചതെന്ന് ജോലിക്കാരി പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഇനിയിപ്പോൾ ഇന്നൊന്നും ചെയ്യണ്ട, വൈകിട്ട് നേരത്തെ വന്ന് വല്ലതും ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് രുചി ദേഷ്യപ്പെട്ടു പോകും. ജോലിക്കാരിയാകട്ടെ തിരികെയും പോകുന്നു. ജോക്കിങ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും പ്ലസൻ്റായി പെരുമാറിയ രുചി തിരികെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരോടും വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ രുചി ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ്റെ ടൈം ആകുന്നു. ഈ പ്രോജക്റ്റ് സക്സസ് ആയാൽ രുചിയുടെ US പോക്കും ജോലിയുമൊക്കെ സക്സസ് ആകും. ഡിസാസ്റ്റർ റിക്കവറി പ്ലാനാണ് രുചി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്നാണ് താൻ ഗ്യാസിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തില്ലെന്ന് രുചി ഓർക്കുന്നത്. അതോടെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നിടത്തു നിന്ന് ഒന്നും പറയാതെ രുചി ജോലിക്കാരിയെ വിളിച്ച് അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു.
വൈകിട്ട് നേരത്തെ വന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും പോയി എന്ന് അവരും പറയുന്നു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാഞ്ഞതുകൊണ്ട് തന്നെ രുചി വേഗം വണ്ടി എടുക്കാനായി ഓടി വരുന്നതിനിടയിലാണ് അഭിയുടെ സ്കൂട്ടറിന് മുമ്പിൽ ചാടുന്നത്. അങ്ങനെ വെപ്രാളം പിടിച്ച കാറുമെടുത്ത് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതിനിടയ്ക്ക് വഴിക്ക് വെച്ച് രുചിയുടെ കാറ് കേടാകുന്നു. അതോടെ അവൾക്ക് വീണ്ടും ടെൻഷനാകും. അവൾ അതുവഴി പോകുന്ന എല്ലാ ഓട്ടോയ്ക്കും കൈ കാണിക്കുമെങ്കിലും ഓരോ ഓട്ടോയും നിർത്തുന്നില്ല. ഇതിനിടെ ആരോ നിർത്താതെ രുചിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ആമിയെ കൊണ്ടുപോയ ഓട്ടോക്കാരൻ അതുവഴി വരുന്നത്. രുചി വേഗം ഓട്ടോയിൽ കയറി കോണ്ടൂർ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ഓട്ടോക്കാരനോട് പറയുന്നു. ഓട്ടോ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഓട്ടോക്കാരൻ തൻ്റെ പതിവ് സ്വഭാവം പുറത്തെടുക്കും. സൈഡ് മിററിലൂടെ രുചിയുടെ സൗന്ദര്യം ആസ്വദിക്കാനൊരു ശ്രമം നടത്തുമ്പോഴേക്കും ഇത് രുചി കാണുന്നു. അതുകൊണ്ട് തന്നെ അവൾ അയാളോട് ദേഷ്യപ്പെടുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നു. ഈ സമയത്താണ് ഓട്ടോയ്ക്ക് തൊട്ടുപിന്നിൽ വന്നിരുന്ന രേഷ്മയുടെ കാറ് ഓട്ടോയിൽ ഇടിക്കാൻ പോയത്. അപ്പോഴാണ് രേഷ്മ ഓട്ടോക്കാരനോട് തട്ടിക്കയറുന്നത്. ശേഷം രുചി ഓട്ടോ മുന്നോട്ടെടുക്കാൻ പറയുമ്പോൾ തനിക്ക് കാശ് കിട്ടിയാലേ വണ്ടി എടുക്കൂ എന്ന് ഓട്ടോക്കാരൻ വാശി പിടിക്കുന്നു. ഗൂഗിൾ പേ ചെയ്യാമെന്ന് രുചി പറയുമെങ്കിലും എനിക്ക് അക്കൗണ്ട് ഇല്ലെന്നാണ് ഓട്ടോക്കാരൻ്റെ മറുപടി. ഞാൻ അവിടെ ചെന്നിട്ട് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് കാശ് വാങ്ങിത്തരാം, വേഗമൊന്ന് വണ്ടി എടുക്കാൻ രുചി പറയും. അങ്ങനെ അയാൾ ഓട്ടോ എടുക്കുമെങ്കിലും നേരെ കൊണ്ടുപോകുന്നതാകട്ടെ പെട്രോൾ പമ്പിലേക്കാണ്. അവിടെയാണെങ്കിലോ പെട്രോൾ അടിക്കാൻ വന്ന വണ്ടികളുടെ ഒരു നീണ്ട ക്യൂവും ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാകുന്നതോടെ രുചി ഓട്ടോയിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങുന്നു. ഓടി വന്നവൾ നേരെ സേതുക്കയുടെ കടയിലിരിക്കുന്ന 2 വീലറിന്റെ കീ ചോദിക്കുമെങ്കിലും കടക്കാരൻ അത് പഞ്ചറാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ഈ സമയം ശാന്തയും വിജയനും കടയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. രുചി വീണ്ടും കടയിൽ നിന്നിറങ്ങി അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി ഓടുന്നു. ഇതേസമയം ഓട്ടോക്കാരന്റെ ഓട്ടോയിൽ മറ്റൊരു പെൺകുട്ടി വന്ന് കയറുന്നു. ഓട്ടോ മുന്നോട്ടെടുക്കുന്നതിന് മുൻപ് അയാൾ സൈഡ് മിറർ സെറ്റ് ചെയ്ത് അതിലൂടെ ബാക്കിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കുമെങ്കിലും അവളും ഓട്ടോക്കാരനെ തുറച്ചു നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അതോടെ ഈ പരിപാടി ശരിയല്ലെന്ന് അയാൾക്ക് തന്നെ മനസ്സിലാകും. കാരണം ഒരേ ദിവസം 3 അനുഭവങ്ങളാണ് അയാൾക്ക് അതിനോടകം ലഭിച്ചിരുന്നത്. ആദ്യത്തേത് ആമി, രണ്ടാമത്തേത് രുചി, പിന്നെ ഇപ്പോൾ കയറിയ പെൺകുട്ടി. അങ്ങനെ അയാൾ ആ പരിപാടി അന്നത്തോടെ നിർത്തി സൈഡ് മിറർ തിരിച്ചു വെച്ച് മുന്നോട്ട് നോക്കി തന്നെ വണ്ടിയെടുക്കുന്നു. ഈ സമയത്തിനുള്ളിൽ ഒരുവിധം രുചി ഓടിത്തന്നെ അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്നു. ഫ്ലാറ്റ് തുറന്ന കിച്ചണിലെത്തുമ്പോൾ പാത്രം കരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും സ്റ്റൗ ആരോ ഓഫ് ചെയ്തിരിക്കുന്നതായി അവൾ കാണും. ഇതാരാണെന്ന് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ്. സ്റ്റൗ ഓഫ് ചെയ്തത് നമ്മുടെ ആമിയായിരുന്നു. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആമിയായിരുന്നു രുചിയുടെ പാർട്ട്ണർ. ആമിയെ കാണുന്നതോടെ ആ ഒരു ദിവസത്തെ മുഴുവൻ ടെൻഷനും മറന്ന് ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ആമിയെ രുചി ഗാഢമായി തന്നെ ആലിംഗനം ചെയ്യുന്നു. ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് രുചി ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടപ്പോഴൊക്കെ ഞാനിങ്ങനെ അടുത്തുണ്ടാവുമെന്നാണ് ആമി പറയുന്നത്. ശേഷം അവരിരുവരും ഒരു കിസ്സിലേക്ക് പോകുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്.